അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതാ ആനന്ദ് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ഇത് 8 മണിക്ക് എത്തുന്ന പറഞ്ഞ ട്രെയിനാണ്. ഇപ്പോൾ 7:59 കിട്ടോ? ഗുജറാത്തില് നിങ്ങൾ കേട്ടത് ഭയങ്കര ഹിന്ദുയിസമാണ്, ഭയങ്കര എന്താ അങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ ഒരു ഏരിയ കാണിച്ചു തരാം, നിങ്ങൾ വിശ്വസിക്കൂല. ഏരിയ അവിടെ തുടങ്ങും. വലത്തെ ഭാഗത്ത് കണ്ടോ നല്ല കബാബ്. ഇവിടെ വലത്തോട്ട് നോക്കിയാൽ കാണാം. കാണുന്ന കബാബ് ബാർബിക്യൂ കാര്യങ്ങളൊക്കെയാണ്. നല്ല ബിരിയാണി കിട്ടുന്നതാണ് കേട്ടത്. കേട്ടോണ്ടിരിക്കുന്നു. ഒരു കല്യാണം പോലത്തെ സെറ്റപ്പ് നടക്കണ്ടല്ലോ. നാളെ മൊഹറമല്ലേ? ഇവിടെ ഗുജറാത്തില് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ആണ് വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ മൈനോറിറ്റീസിനുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഈ കലാപമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ, നിങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്ന പാകിസ്ഥാൻ അപ്പുറത്താണെന്ന് പറയുന്നത്. ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഇന്ത്യ, അങ്ങനെ ഭയങ്കര ആ രീതിയിൽ ഡിഗ്രേഡിങ് വർത്താനമാണ്. എനിക്കിഷ്ടമല്ല. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര കോർ ബ്ലഡിൽ കുറച്ച് കൂടുതലാണ്. ഇനി കാണണോ അങ്ങനത്തെ സ്ഥലങ്ങൾ? കാണാണ്ട് കുറെ. ഈ ഏരിയ ഫുള്ള് സ്കൂട്ടർ ഇതോ ഇത് കവിതയുണ്ടോ? അവിടെ എന്തോ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. എന്തോ ഒരു പരിപാടി ഉണ്ട് അവിടെ. വലത്തെ ഭാഗത്ത് കണ്ടോ ഫുള്ള്. സിംപ്ലർസ് രാത്രി ഫുഡ് എക്സ്പ്ലോർ ഇറങ്ങുന്നുണ്ട്. ഇന്നല്ല, കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് ഫുള്ള് ആ ചെക്കന് ക്യാമറ ഉണ്ട്, ഭയങ്കര അത്ഭുതം. ഇവിടെയാണ് ബോംബെ ബിരിയാണി. ഇവിടെ ബോംബെ ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്, നല്ല ഫേമസ് ആണ്. ആർട്ട് ഹൗസ്. ഞങ്ങളെ ജിമ്മിൽ, ഇവിടുത്തെ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ JD ഫിറ്റ്നസ് എന്ന് പറയും. അത് അത്യാവശ്യം ആനന്ദിലെ പോഷ് ജിമ്മാണ്. എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹം ഈ TV-യിൽ സിനിമയിൽ കണ്ടിട്ട് അത്യാവശ്യം പൊളി ജിമ്മിൽ പോകണമെന്ന്. അങ്ങനെ വെറും ഒരു 3-4 മാസത്തേക്ക് വേണ്ടി ഞാൻ പോയിരുന്നു. അതായത് ഒരു മാസം എന്ന് പറഞ്ഞാൽ 3000 റുപ്യാണ് ഒരു മാസത്തേക്ക്. അങ്ങനെ 3 മാസം പോയി. പക്ഷെ 4 മാസം കഴിഞ്ഞാൽ ഇറങ്ങിയത്. അങ്ങനെ അവിടെ ഹിന്ദുസിനെ മാത്രമേ കയറ്റുള്ളൂ ജിമ്മിൽ. അതെ,
മുസ്ലിംസിന് പ്രവേശനം ഇല്ല. പൈസ കേട്ടോ, ഒരു ജിമ്മുണ്ട് ഇവിടെ, ഭയങ്കര പോഷ് ജിമ്മാണ്. അവിടെ ഹിന്ദുസിന് മാത്രമേ അവിടെ പ്രവേശനം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നും പറയണ്ട, എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ മുട്ടയൊക്കെ അടിച്ച് ഇരിക്കുന്ന ആളല്ലേ. ഞാനവിടെ പോയി നോക്കുമ്പോൾ ഒരു മെയിൻ ആൾ വന്നിട്ട് ചോദിച്ചു എന്താ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശ്രീനാഥ്. മൊത്തം പേര് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രീനാഥ്, ഞാൻ മൊത്തം പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മൊത്തം പേരില്ല, കാസ്റ്റ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഭാई मैं केरला से हूँ, मैं ग्रामीण हूँ, बट हम नहीं डालता, नाम का पीछे नहीं डालता, हम नहीं रखता, अच्छा नहीं लगता. അത് ഞാനിപ്പോ പോകുന്ന ജിമ്മില്ലേ, ഇപ്പൊ പണി കിട്ടുന്നതിന് മുമ്പേ അവിടെ മുസ്ലിംസിന് മാത്രമേ പ്രവേശനമുള്ളൂ. കാരണം ഇവരങ്ങനെ കലിപ്പല്ല, പക്ഷെ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് അവരാരും എടുക്കും, പക്ഷെ ഇവരാരും പോവില്ല. അപ്പൊ ഞാനാണ് അതിൽ ആ കൂടെ ഉള്ള ഒരു ഹിന്ദു. അവർക്ക് ഭയങ്കര കാര്യമാണ്. ഇവിടെ കേട്ട പോലെ കോമഡി കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ കാര്യം പറയട്ടെ, ഇവിടുത്തെ പോത്തിന് മട്ടൻ എന്നാ പറയുന്നത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് കഴിച്ചായിരുന്നു. അവനാണ് ബീഫൊന്നും കഴിക്കൂല, അവൻ മട്ടൻ കഴിച്ചതാ. പക്ഷെ കഴിച്ചപ്പോഴാണ് മനസ്സിലായ ബീഫാവും. ഇവിടുത്തെ മട്ടൻ അങ്ങനെയാണ്. അതിവിടെ ചെറിയ മട്ടനും വലിയ മട്ടനും ഉണ്ട്. ഇതാണ് ചാസ്വാല. നമ്മൾ സൗത്തിൽ അങ്ങോട്ട് കിട്ടാത്ത സാധനമാണ്. മാംഗോ നമ്മൾ അങ്ങോട്ട് സൗത്തിലൊന്നും കിട്ടാത്ത സാധനമാണ് ചാസ്വാല എന്ന് പറയുന്നത്. ലസ്സിയാണ്, അടിപൊളി പ്രോബയോട്ടിക് ലസ്സിയാണ്. 40 രൂപയുള്ളൂ, 45. ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മൾ ഷേക്ക് കുടിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ പ്ലാനുണ്ട്. ഫുഡ് ഓപ്ഷൻ बोल रहा था केरला में एक फ्रांचाइजी खोलना है. मिल सकते हैं सर? मिल सकता है. नहीं, मेरे वाइफ के साथ बातें कर रहा था इसके बारे में. अभी आता है. कुछ नंबर है आपके पास ऑर्डर करने के? नहीं, ऑनलाइन है. ऑनलाइन है. गूगल पे का कॉल करो. नंबर क्या है? 135. ബൈ. പക്ഷെ എന്താ ഒരു വെറൈറ്റി സാധനം ഉണ്ടായിട്ടുണ്ട്, വാങ്ങുന്നുണ്ട്. രാജസ്ഥാൻ വണ്ടിയത്, ഇത് രാജസ്ഥാൻ വണ്ടിയാണല്ലോ. ആ എന്നാൾ കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന സ്കൂട്ടർ രാജസ്ഥാൻ വണ്ടിയാണ്, അടുത്താന്ന് അറിയില്ല. ഇത് RC ഇല്ല, പേപ്പർ ഇല്ല, ബുക്കില്ല. കാരണം നമ്മൾ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നീ ആർക്കെങ്കിലും ഒരാളല്ല, ഒരു 3 പേർക്ക് ഹെൽമെറ്റ് കാണിച്ചാൽ ഞാൻ അപ്പം 1000 രൂപ തരും. ഞാനില്ലേ അഹമ്മദാബാദിലെത്തിയപ്പോ ഞാൻ വീഡിയോയിൽ ഗൈസ് നിങ്ങൾ കണ്ടോ 1000-ൽ1 കാഴ്ച എന്ന് പറഞ്ഞ് ഞാൻ കുറെ ഇൻട്രോ കൊടുത്തിട്ട് ഒരു ഹെൽമെറ്റ് ഉള്ള ആളെ കാണിച്ചു കൊടുത്തി. എന്നിട്ട് അയാൾക്ക് ഹായ് കൊടുത്ത്, അയാൾ നിർത്തിയിട്ട് ഹായ് തരുന്നേ. അയാൾ പറയണ്ടേ ഹെൽമെറ്റ് അല്ല, എന്നിട്ട് പറയാ എന്താണ് പറയാനുള്ളത് ഗുജറാത്തിനെ കുറിച്ച്, ഹെൽമെറ്റിന്റെ കാര്യം, അയാളെ കുറിച്ചൊക്കെ എടുക്കുക. കിട്ടിയില്ല. എന്നിട്ട് ഗുജറാത്തി ഹിന്ദിയിലോ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ സമയത്ത് വീഡിയോയിൽ ഇടണം. അയാളിങ്ങനെ പറയുന്ന പോലെ, പക്ഷെ മലയാളത്തിലേക്ക് പുറത്തോട്ട് കേൾക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് റെക്കോർഡ് ചെയ്തോ? നമ്മളെന്തോ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. നല്ല ബട്ടൂര കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശരി, ഈ കാണുന്നതാണ്. ഇവിടെ പൊത്തി പിടിക്കുന്നത് മൈക്കുണ്ട്. ഇതല്ല നിർത്താൻ.